നമുക്ക് ഈ വർക്ക്ഷീറ്റിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എനിക്കിവിടെ ഈ C1 C3 എന്ന സെല്ല് മുതൽ C14 എന്ന സെല്ല് വരെയുള്ള മാർക്കുകളുടെ ശരാശരി ഇവിടെ C15-ൽ രേഖപ്പെടുത്തണം. അത് ഞാൻ C15 സെലക്ട് ചെയ്ത് ഇവിടെ ഈക്വൽ ടു എടുത്തിട്ട് ഫങ്ഷൻ വിസാർഡിലേക്ക് പോകും. ഫങ്ഷൻ വിസാർഡിൽ കാറ്റഗറിയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ എടുക്കുന്നു. അതിൽ ആവറേജ് എന്ന ഫങ്ഷൻ എടുക്കുന്നു. ഇവിടെ നെക്സ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ സെല്ലുകൾ ഏതൊക്കെ സെല്ലുകളുടെ ആണെന്നുള്ളത് വരും. അപ്പോൾ അതിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് റേഞ്ചിലേക്ക് പോയിട്ട് ഇവിടം വരെയുള്ള സെല്ലുകളുടെയാണ് ആവറേജ്. C3 മുതൽ C14 വരെയാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് ഓക്കെ കൊടുത്താൽ നമുക്കിവിടെ 41.5 ആണ് ഇത്രയും സംഖ്യകളുടെ ആവറേജ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു ഫങ്ഷൻ ഇവിടെ ഈക്വൽ ടു എടുക്കുന്നു, ഫിക്സിലോട്ട് പോകുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് അതിൽ മാക്സ് എന്ന് പറയും. മാക്സ് ഫങ്ഷനിൽ മാക്സിമം ഏതിൻ്റെ മാക്സിമമാണ്? ഇവിടം മുതൽ ഇവിടം വരെയുള്ള സെല്ലുകളുടെ മാക്സിമം. ഓക്കെ, മാക്സിമം അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ ഇവിടെയാണെങ്കിൽ ഈക്വൽ ടു ഫങ്ഷൻ ഡയലോഗ് ബോക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ഇതിലൂടെ സെർച്ച് ചെയ്ത് എളുപ്പം കണ്ടുപിടിക്കാം. MI. അപ്പോൾ മിൻ ഫങ്ഷൻ ഏതാണ്? ഞാൻ ഈ ഒരു പ്രത്യേക ഭാഗം മാത്രം എടുക്കുകയാണ്. ഈ ഭാഗം, ആ ഭാഗത്തിലെ മിൻ ഫങ്ഷൻ 44 ആണ് മിൻ ഫങ്ഷൻ. ഈ 5 മുതൽ ഈ 12 വരെയുള്ള. അതുപോലെ ഇവിടെ നമുക്ക് റൗണ്ട് ഫങ്ഷൻ എന്ന ആവറേജ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ആവറേജ് ആണ്. ഇതിൽ റൗണ്ട് ഫങ്ഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഇവിടെ ഇതൊക്കെ തന്നെ റൗണ്ട് ഡൗൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് റൗണ്ട് ഡൗൺ ആണ്, ഇത് റൗണ്ടാണ്, ഇതൊക്കെ റൗണ്ടാണ്. ഇത് റൗണ്ട് ഡൗൺ ആണ്, ഇത് റൗണ്ട് ഡൗൺ ആണ്, ഇത് റൗണ്ടാണ്. ഇവിടെ നമുക്കൊരു റൗണ്ട് അപ്പ് കൊടുക്കാം. ഈക്വൽ ടു ഫങ്ഷൻസിൽ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനാണ് റൗണ്ട് വരുന്നത്. അപ്പോൾ ROUN റൗണ്ട് അപ്പ് എടുക്കുന്നു. നെക്സ്റ്റ് ഏതിൻ്റെയാണ്? ഇതിൻ്റെയാണ് റൗണ്ട് അപ്പ് എടുക്കുന്നത്. ഓക്കെ എടുക്കുന്നു. അപ്പോൾ 49ലേക്ക് റൗണ്ട് അപ്പ് വരുന്നു.